പ്രവേശിക്കുകയാണ്. അദ്ദേഹം കാഷ്വാലിറ്റിക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നു. അദ്ദേഹം ഇനി പരിക്ക് പറ്റിയവരെ, ഈ ഒരു അപകടത്തിൽപ്പെട്ട് പരിക്ക് പറ്റിയവരെ കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അപകടത്തിൽ പരിക്ക് പറ്റിയവർക്കൊക്കെ തന്നെ ധനസഹായം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതോടൊപ്പം തന്നെ മരിച്ചവർക്ക് ഒരു ദുരിതാശ്വാസം എന്നുള്ള നിലയിൽ, ദുരിതാശ്വാസം എന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ ആശ്വാസം എന്നുള്ള നിലയിലൊക്കെ തന്നെയുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഇന്ന് വളരെ പെട്ടെന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടേക്ക് കരൂരിലേക്ക് എത്തുകയും ഈ ആശുപത്രി ദുരന്ത സ്ഥലത്തേക്ക് എത്തുകയും ഇവിടെ പരിക്ക് പറ്റിയവരെ കാണുകയും ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹം ഈ വിമാനമാർഗത്തിൽ ഇവിടേക്ക് എത്തിയതിനു ശേഷം പിന്നീട് റോഡ് മാർഗം കരൂരിലേക്ക് വരികയായിരുന്നു. MK സ്റ്റാലിൻ കരൂർ മെഡിക്കൽ കോളേജിലെത്തി ആദരാഞ്ജലി അർപ്പിക്കുന്നു. മുഖ്യമന്ത്രി വളരെ പ്രധാനപ്പെട്ടൊരു സന്ദർശനമാണ്. ദുരന്തത്തിന് പിന്നാലെ വളരെ വേഗത്തിൽ തന്നെ കരൂരിലേക്ക് എത്തി. ചെന്നൈയിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ, പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ ധനസഹായം അടിയന്തരമായി പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെയാണ് ചെന്നൈയിൽ നിന്ന് ട്രിച്ചി വിമാനത്താവളത്തിലേക്ക്, അവിടെ നിന്ന് കരൂരിലേക്ക് റോഡ് മാർഗവും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എത്തിയത്. മരണസംഖ്യ 39 ഉയർന്നിരിക്കുന്നു. മരിച്ചവരിൽ 10 കുട്ടികളുണ്ട് എന്നതാണ് വിവരം.